അതെ അതെ, കണ്ണ് തുറക്കാതെ എഴുന്നേക്ക്. ഓ കളഞ്ഞു. നിങ്ങൾ എന്തിനാ എന്റെ മുഖത്തേക്ക് നോക്കിയത്? എഴുന്നേറ്റിട്ട് ഇതിലേക്ക് നോക്കിക്കൂടായിരുന്നോ? നിന്റെ മുഖം അങ്ങനെ വൃത്തിയായിട്ട മുഖമാണെന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ടല്ലേ? വിഷയമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കരുണേ, നിന്റെ മുഖം കണ്ടാലും ഈ കണി കണ്ടാലും ഈ വർഷമായിരിക്കും നമ്മുടെ ഏറ്റവും മോശം വർഷം. നിങ്ങളെ കൊണ്ടുവന്ന് വിഷുക്കണി കാണിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ കണ്ണേട്ട് വീൽ ചെയറിലാണെങ്കിലും കണ്ണടച്ചു വന്ന കതക് തുറന്നത്. എന്നിട്ട് നേരെ നോക്കിയത് ഇതിനകത്താ. അതിനു മുമ്പ് തന്നെ അയാള് കാണേണ്ട വിഷുക്കണിയൊക്കെ കണ്ടു കാണും. അടുത്ത ഓണം വരെയൊന്നും ഇത് പോവില്ല കേട്ടോ. എന്ത്? അല്ല, ഇനി എനിക്ക് നിങ്ങളെ സഹിക്കാൻ പാടാം. അതുകൊണ്ട് ഓണത്തിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടേ പറ്റൂ. ഇത്തരം സംസാരമൊക്കെ നിർത്തിക്കോ. ഇന്ന് രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അവിടെയൊക്കെ പോയി ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് രാവിലെ വിശാലമായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നോക്ക്. അതിനുശേഷം ചിലപ്പോ ഏതു നേരം വിശക്കുന്ന നിനക്ക് ആഹാരത്തോട് വെറുപ്പ് തോന്നും. ചിലപ്പം ഒന്നും കഴിക്കത്തുമില്ല. ഇന്നലെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതുപോലും നിങ്ങൾ ചെയ്തില്ല. അത്രയ്ക്ക് വിലയെ നിങ്ങൾ എനിക്ക് തരുന്നുള്ളൂ. അവിടെയാ കണ്ണേട്ടം വേറിട്ട് നിൽക്കുന്നത്. എന്നാ പിന്നെ നീ അങ്ങേരെയും കെട്ടിക്കോ. ഇനിയിപ്പോ അതിന് പറ്റില്ലല്ലോ. പക്ഷെ അങ്ങേർക്കൊരു വൈകല്യം ഇല്ലായിരുന്നെങ്കിലേ അങ്ങേരെ പോലൊരു ഭർത്താവിനെ ഞാനെന്നല്ല ഈ ലോകത്ത് ഏത് പെണ്ണും ആഗ്രഹിക്കും, വേണോന്ന് പറയും, അതിനുവേണ്ടി മത്സരിക്കും. ഇനിയിപ്പോ മത്സരിച്ചിട്ടൊന്നും കാര്യമില്ല. അയാൾക്ക് വേറെ അവകാശികളുണ്ട്. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. ആ, ഇല്ലാതിരുന്ന ഭാഗ്യം. അയ്യോ, നല്ലൊരു വിഷു ആയിരുന്നു ഇതുവരെ. നിങ്ങളെ കൊണ്ടൊന്ന് വിഷുക്കണി കാണിച്ചതോടെ അത് പോയി കിട്ടി. കഴിവില്ലെങ്കിൽ എന്താ, മനുഷ്യനെ ചൂട് പിടിപ്പിക്കാനും വിഷമിപ്പിക്കാനും നല്ല വിരുദ. ആരാണോ എന്തവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ ഉയരെടുക്കാൻ വേണ്ടിട്ട്. എന്റെ കൃഷ്ണ, നീ എവിടെയാ? ഭഗവാനെ, ഭഗവാനെ, എന്റെ ഭഗവാനെ, 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 എന്റെ കൃഷ്ണ, ഞാനും എന്റെ മോനും എന്റെ കൊച്ചുമോളും അവളുടെ ഭർത്താവും മാത്രം നന്നാവണേ. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ശത്രുക്കളെല്ലാം പരാജയപ്പെട്ട് ഞങ്ങൾ മാത്രം വിജയിക്കണേ കൃഷ്ണ.